بسم الله الرحمن الرحيم നെല്ലിക്കുഴി അൽ അറഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ അറഫ മദ്റസ ഈസി സ്റ്റഡി. ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ്റസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഈസി സ്റ്റഡി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാലവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നാഥൻ സ്വീകരിക്കട്ടെ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള 2ാം ക്ലാസ് വിദ്യാർത്ഥികളെ, 2022 വാർഷിക പരീക്ഷ അഖ്ലാഖിൻ്റെ ചോദ്യോത്തരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളമിടുക. ചോദ്യം 1. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം? ബൈബിൾ, ഖുർആൻ? അതിൻ്റെ ഉത്തരം ഖുർആൻ എന്നുള്ളതാണ്. 2. വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തു വരുമ്പോൾ മുന്തിക്കണം. വലതുകാൽ, ഇടതുകാൽ? വലതുകാലാണ് മുന്തിക്കേണ്ടത്. 3. മറയില്ലാതെ കിബിലയ്ക്ക് പിന്നിട്ട് വിസർജിക്കൽ ഹറാം, ഹലാൽ? അതിൻ്റെ ഉത്തരം ഹറാം എന്നുള്ളതാണ്. 4. ഉറങ്ങാൻ സമയം 3 പ്രാവശ്യം ഓതി ശരീരത്തിൽ ഓതേണ്ട സൂറ? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്? അതിൽ ഉത്തരം ഖുൽ ഹുവല്ലാഹു അഹദാണ്. 5. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് ലഭിക്കുന്ന മഹത്തായ പ്രകാശമാണ് ധനം, വിജ്ഞാനം? വിജ്ഞാനമാണ്. അടുത്തത് ബ്രാക്കറ്റിൽ നിന്നും ശരിയായതെടുത്ത് പൂരിപ്പിക്കുക. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇൽമ്, ഖുർആൻ, ഖറാഹത്ത്, ഉറക്കം, വായന. 6. നാം ദിവസവും ഡാഷ് ഓതണം? ഖുർആൻ ഓതണം. 7. ഡാഷ് ഒരു നല്ല ശീലമാണ്? വായന. 8. കാരണം കൂടാതെ നിന്ന് മുദ്രിക്കൽ ഡാഷ് ആണ്? കറാഹത്താണ്. 9. മഹത്തായ ഒരു അനുഗ്രഹമാണ് ഇൽമ്. 10. ആരോഗ്യത്തിനും ഉന്മേഷത്തിനും ഡാഷ് ആവശ്യമാണ്? ഉറക്കം ആവശ്യമാണ്. 11. ഒറ്റവാക്യത്തിൽ ഉത്തരമെഴുതുക. എന്തു ചൊല്ലിയാണ് നാം വായന തുടങ്ങേണ്ടത്? ബിസ്മി ചൊല്ലി. 12. ഏത് വശം ചെരിഞ്ഞാണ് നാം ഉറങ്ങാൻ കിടക്കേണ്ടത്? വലത് വശം. 13. ഏത് നമസ്കാര ശേഷമാണ് ഉറങ്ങുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞത്? സുബഹി നമസ്കാര ശേഷം. 14. ദുഷിച്ചവരോട് നാം കൂട്ടുകൂടരുത്. എന്തുകൊണ്ട്? അവർ നമ്മെയും ദുഷിപ്പിക്കും. 15. ഖുർആനിൽ നിന്നും ആദ്യം ഇറങ്ങിയത് എന്ത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. 16. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന പൂർത്തിയാക്കുക. ബിസ്മിക അല്ലാഹുമ്മ ഡാഷ്? ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യാ. 17. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസി? എപ്പോൾ പറയേണ്ടതാണ് എന്ന് എഴുതുക. അത് പറയേണ്ടത് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ. 18. കവിത ഭാഗങ്ങൾ പൂരിപ്പിക്കുക. സത്യം മാത്രം ഡാഷ് പറഞ്ഞിടണം. നിത്യം ഡാഷ് ചൊല്ലിടണം. നിത്യം ദിക്ർ ചൊല്ലിടണം. സഹപാഠികളെ ഡാഷ് സഹപാഠികളെ സ്നേഹിക്കണം.
ബഹുമാനിക്കാം. മുതിർന്നവരെ ഡാഷ് മുതിർന്നവരെ ബഹുമാനിക്കാം. 19 വിസർജന മര്യാദകളിൽ നിന്ന് 3 എഴുതുക. 1 ചെരുപ്പ് ധരിക്കുക, 2 തല മറയ്ക്കുക, 3 സംസാരിക്കാതിരിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20 വ്യക്തമാക്കുക. നാം കൂട്ടുകാരോട് കാണിക്കേണ്ട മര്യാദകൾ. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക, നന്മകളെ പ്രശംസിക്കുക, തിന്മകൾ കണ്ടാൽ തിരുത്താൻ ഉപദേശിക്കുക, മാപ്പ് നൽകുക, പ്രാർത്ഥിക്കുക തുടങ്ങിയൊക്കെയാണ് കൂട്ടുകാരോടുള്ള മര്യാദകൾ. എല്ലാവരും ഇത്രയും ഭാഗം നന്നായിട്ട് നോക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ മക്കൾക്കെല്ലാവർക്കും നല്ല വിജയം പ്രദാനിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.